ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ പോണേ നല്ലത്. നമ്മളുടെ ജനറേഷൻ അതങ്ങനെയാണ്. കൈയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സൈലൻസ് ഓഫ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്, അതല്ലേ ബ്യൂട്ടി വെച്ചാണേ. ഒരു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോഴേ ആ കാര്യങ്ങൾ നമ്മൾ മറക്കുള്ളൂ. ചിലവരുണ്ടല്ലോ ഫുൾ ടൈം ചിരിച്ചിട്ടിരിക്കും, ഭയങ്കര സങ്കടമായിരിക്കും. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും അതിൻ്റെ ഇടയിലെല്ലാം കണക്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ലവ് എന്ന് പറഞ്ഞ സാധനം. ട്രാക്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വടി വെച്ച് കെട്ടിയിട്ട് ഒരു സർക്കസ് പോലെ കമ്പി പിടിച്ചിട്ട് പോകണം. പ്രതീക്ഷിക്കാത്ത ട്രാവൽസാണ് അതെല്ലാം. ഇപ്പം ചില ബ്ലോഗിൽ ചിലവർ പറയൂലേ, അവിടെ നിന്ന് ഞങ്ങൾ ഒരു ട്രെയിൻ എടുത്തിട്ട് 30 രൂപ, അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് റൂം ചെല്ലുമ്പോൾ റൂം നല്ലതായിരിക്കും നല്ലത്. പക്ഷെ അവിടെ ചെന്നിട്ട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് പറഞ്ഞു തന്നില്ല. 2 മണിക്കൂർ സമയത്ത് ഞാൻ ഇതിൽ ഇത്ര വെള്ളമുള്ളൂ കേട്ടോ, ഞാൻ പകുതി കുടിച്ചിട്ട് ഞാൻ അവന് കൊടുത്തു. അവൻ കുടിച്ചിട്ടേ ഇത്ര എനിക്ക് തിരിച്ചു തന്നേക്കള്. അപ്പം വെള്ളത്തിൻ്റെ വാല്യൂ അവനറിയാം. എന്നിട്ട് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ് ഞാൻ. സിനിമ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കഴിക്കാം, വെജും നോൺ വെജും എല്ലാ സാധനവും കഴിക്കാം. പക്ഷെ ആ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പം ഞാനും താങ്കളെല്ലാം സെയിം ആയിരിക്കുള്ളൂ, പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് വേറെ ആണെങ്കിലാ അതിനൊറ്റ ഭാഷയുള്ളൂ. ഇപ്പോൾ ചായ ആണെങ്കിൽ ചായ, ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഫ്രീ ടൈം എന്തായാലും ചൂണ്ടിടാൻ പോവും. ഇതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് കണ്ടുപിടിച്ച് പോവും. പ്ലംബിങ് പണിയും, കൂടൊക്കെ മാറ്റിയിടും, മിക്സി അഴിച്ചു പണിയും. ലൈഫ് എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ട്രാവലിങ്ങിലായിരിക്കുള്ളൂ നമുക്ക് ലൈഫ് മാറുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടെത്തുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ കൂട്ടത്തോടെ പോകുമ്പോൾ പ്രശ്നമുള്ളൂ. ട്രാവലിംഗ് എപ്പോഴും പോകുമ്പോൾ സിംഗിളായിട്ട് ചെയ്യും. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യാൻ നേരത്തെ സിംഗിളാണ് പോകണം. ഡയറക്ടർ ബിനാറ്റ്ലി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, വേറെ വൈബാണ് പുള്ളി. രാത്രി 2-3 മണിയാകുമ്പോൾ അമ്മിനൊന്ന് സ്കൂട്ടറെ കയറ്റി ഇരുത്തിക്കൊണ്ട് ഒന്ന് കറങ്ങോട് കൂടെയൊക്കെ. അമ്മയിലുള്ള മെയിൻ സാധനം. ഇനി അതിൻ്റെ അപ്പുറത്തോട്ടുള്ള സ്നേഹം വേറെ കിട്ടാനില്ല. അമ്മയാണ് അൾട്ടിമേറ്റ് സാധനം. ഒരു ഡ്രീമും ഇല്ല വെച്ചാൽ ഇതിങ്ങനെ വന്നില്ലേ, ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. ഡൊമിനിക്കസ് കൊച്ചി വടതലയിലാണ്, കേരള, ഇന്ത്യ. മ്യൂസീഷ്യനാണ്, മ്യൂസിക്കാണ് കൂടുതൽ താല്പര്യം. പിന്നെ ആക്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാർ വിളിച്ചപ്പോൾ ഓരോ സമയത്ത് ചെയ്തതേ ഉള്ളൂ. എല്ലാം ഹാപ്പി ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ നല്ല കുറേ സുഹൃത്തുക്കളുള്ള കാരണം സിനിമയിലായാലും എന്ത് കാര്യത്തിലായാലും അവരുടെ കൂടെ കട്ടൊക്കെ നിൽക്കണ കാരണം ഹാപ്പി ആയിട്ട് ലൈഫ് പോയിക്കൊണ്ടിരിക്കണം ഇങ്ങനെ. പ്രത്യേകിച്ച് ബാഡ് മൂഡൊന്നുമില്ല, നൈസ് മൂഡിൽ പോയിക്കൊണ്ടിരിക്കണം. എല്ലാ സാഹചര്യങ്ങളും വരാൻ നേരം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പിയാണ് നമ്മുടെ മെയിൻ സാധനം. സമാധാനം, പീസ്, അതാണ് എല്ലാവർക്കും ആഗ്രഹിക്കണം. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഹാപ്പിനെസ് എന്നുള്ള സാധനമൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാൻ. പക്ഷേ പീസ് ഉണ്ടെങ്കിലേ നമുക്കൊരു സമാധാനമുള്ളൂ. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാറ് മേടിക്കാൻ നേരത്ത് നമുക്ക് ഹാപ്പിനെസ് ആവും. ഹാപ്പി അത് കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ കൂടുതൽ സമയത്തൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൂട്ടുകാർ വേണം. സിറ്റുവേഷൻസാണ് നമ്മളെ കൂടുതൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കംഫർട്ടബിൾ പ്ലേസ് അതാകുമ്പോൾ നമുക്ക് കൂടുതൽ അങ്ങാട് പോകാൻ നോക്കും. അതാണ് കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും. പക്ഷേ അത് നടക്കാറില്ല ചിലവർക്ക്. നമ്മൾ പ്ലാനെല്ലാം പൊളിയല്ലോടോ. ഉദ്ദേശിക്കുന്ന പ്ലാനിങ്ങിലൊന്നും നടക്കണമെന്നില്ല. വേറെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ഗോ വിത്ത് ഫ്ലോ. അതെങ്ങനെ വന്നേ. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന നേരത്ത് ഇൻ്റർവ്യൂ 10 മണിക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സമയമാകുമ്പോൾ ഇൻ്റർവ്യൂ ഇങ്ങോട്ട് വന്നോളും. അത് അറ്റൻഡ് ചെയ്യുക കറക്റ്റായിട്ട്. സമയം യൂട്ടിലൈസ് ചെയ്യുക എങ്ങനെയാണെന്ന്. ആ കാര്യത്തിലാണ് നമ്മുടെ ലൈഫൊക്കെ നോക്കുക. അത് തിരിച്ചറിവുണ്ടായിട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാം സ്മൂത്തിൽ പോയിക്കൊണ്ടിരിക്കും. പെൺപിള്ളേരില്ല എനിക്ക് ലൈഫിൽ പെൺപിള്ളേരില്ലല്ലോ. ലവ് ഒന്നുണ്ടോ സാധനമില്ലല്ലോ. ലവ് എന്നൊരു സാധനമില്ല. കൂടുതൽ പ്രേമം തോന്നിയേക്കുന്നത് കാറ്, ബൈക്ക്, മൗണ്ടൻ, ബീച്ചസ്, ഡെസേർട്ട്, ഇങ്ങനത്തെ കിളികളുടെ സൗണ്ടുകൾ, മറ്റേത് മറിച്ച് ഇതൊക്കെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യണത്. പക്ഷെ നമ്മളൊരു ട്രാവലിങ്ങിന് പോയിട്ട് നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോയിട്ട് നമ്മളൊരു 3 ദിവസം നിൽക്കണേ. ആ 3 ദിവസം നിൽക്കുമ്പോൾ നമ്മുടെ മെമ്മറി ഫുള്ളാവും. പിന്നെ അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ തിരിച്ചു വരുന്ന ട്രാവലിങ്ങിൽ സ്ഥലം പോയിക്കൊണ്ടിരിക്കണമല്ല. അത് കുറേ മെമ്മറിയൊക്കെ ഡിലീറ്റായി പോകും. അതങ്ങനെയാണ്. കുറേ മെമ്മറീസ് നമുക്ക് മെമ്മറിയിലുണ്ടാവും. കുറേ മെമ്മറീസ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. ചില മെമ്മറിയിലുള്ള സാധനം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ ഒന്ന് അവിടെ പോയതല്ലേ, അപ്പോൾ പിന്നെ അവിടെ പോകും. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ നമ്മൾ ചായ പിടിച്ചിട്ടിരിക്കുന്ന സമയത്ത് പറയാൻ നേരത്ത് ഞാൻ അവിടെ പോയി ബോംബെ പോയി, ബാംഗ്ലൂർ പോയി, ഗോവയിൽ പോയി എന്നൊക്കെ പറയില്ല. അപ്പോൾ അവിടേക്ക് എന്താണുള്ളത്? മ്യൂസിക് ഫെസ്റ്റിവൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്, മൗണ്ടൻ ക്ലൈമ്പിങ്, പാരാഗ്ലൈഡിങ്, ബീച്ച് സർഫിങ്, മറ്റേത് സ്കൂബ ഡൈവിങ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് കുറവാണ്, ലിമിറ്റഡ് ആണ് അതെല്ലാം. അപ്പോൾ അങ്ങ് നമ്മൾ വെക്കേഷൻ ടൈമിൽ ട്രാവൽ ചെയ്യാൻ നോക്കും.
അവിടെ ചെല്ലുമ്പോഴല്ലേ ഈ സംഭവം കാണുന്നത് നമ്മൾ. സ്കൂബ ഡൈവിങ് അടിപൊളി എക്സ്പീരിയൻസാണ്. ആ അണ്ടർ വാട്ടറിൽ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ അടുത്തൊന്നും മീനൊക്കെ വന്ന് പോകണം കണ്ടിട്ടില്ല. ഒരു വിൻഡ് സർഫിങ്, പാരാഗ്ലൈഡിങ്, ഇതൊക്കെ എന്ത് സംഭവമാണ് അവിടെ ചെല്ലുമ്പോഴാണ് അറിയണത്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ മ്യൂസിക് ഫെസ്റ്റിവലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മ്യൂസിക്കല്ല അവിടെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് മ്യൂസിക്, ഡിഫറെൻറ്റ് ആൾക്കാർ, അവർ അവിടെ ഡ്രസ്സിങ് മൊത്തം മാറും, ടാറ്റു ഒക്കെ അടിച്ച് മുടിയുടെ കളർ വേറെ, ഡ്രസ്സിങ് പല പല സ്ഥലത്തുള്ള പല പല ആൾക്കാർ. അപ്പോൾ നമുക്ക് വേറെ സംഭവം തോന്നുകൂടാ. അവർ ടാറ്റു അടിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ടാറ്റു അടിച്ചേക്കാം, ഒരു ടാറ്റു ഒക്കെ അടിച്ച് മെമ്മറി, ബോംബെയിലെ മെമ്മറീസിൽ ഒരു ടാറ്റു അടിച്ച് തിരിച്ചു തന്നെ. അതൊരു പൊട്ടിത്തെറിയാണ് ലൈഫിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ നോക്കും. ചില ആ ലൈഫ് ഒന്നും കൂടി പിന്നെ തിരിച്ചു പോകും. പിന്നെ അവിടെ കിട്ടുന്ന ഫ്രണ്ട്സ്, ഇവിടെ കിട്ടുന്നവരല്ല ഫ്രണ്ട്സ് അല്ല, അവിടെ കിട്ടുന്ന വേറെ ഇതായിരിക്കുമല്ലോ. എല്ലാവരും പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും, ഒരു 10-15 മിനിറ്റ് സംസാരിക്കും, തിരിച്ചു പോകും. പിന്നെ വേറെ എവിടെ വെച്ച് തിരിച്ച് പുഷ്കറിൽ വെച്ചാൽ കാണും, ബടി ഓക്കെ. പിന്നെ വേറെ സ്ഥലത്ത് വരും, പിന്നെ കാണാം. അത് ലൈഫ് ഇതല്ലേ, ട്രാവലിംഗ് അല്ലേ. അപ്പം അങ്ങനത്തെ ഓരോരോ മൂഡുകൾ. മ്യൂസിക് എനിക്ക് തോന്നുന്നു മ്യൂസിക് ഇപ്പം തന്നെ ബാംഗ്ലൂരു, ഗോവ, ഡൽഹി, പൂനെ, സിലിഗുഡി, ഇവിടെ എല്ലാം പരിപാടീസ് കിടക്കും, ഫെസ്റ്റിവൽസ് കിടക്കും. ഇപ്പോൾ കേരളത്തിലും ഫെസ്റ്റിവലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ബോൾഗാട്ടിയിലൊക്കെ. എൻറ്റയർലി മ്യൂസിക് എന്ന് പറയുമ്പോൾ കൾച്ചർ ഡിഫറെൻ്റ് ആണ് വെച്ചാൽ. ഫുഡ്, ഡ്രിങ്ക്സ്, അവരുടെ ആ ഒരു സൗണ്ട് ആൻഡ് ലൈറ്റിൻ്റെ ഒരു ഡയമെൻഷൻസ്, അവരുടെ ആ ഒരു ഡിസൈൻസൊക്കെ എൻറ്റയർലി വ്യത്യാസമൊക്കെയുള്ളൂ. അവരുടെ ആ ടോപ്പോഗ്രഫിയും കാര്യങ്ങളൊക്കെ ഇട്ട്. പിന്നെ അതനുസരിച്ച് നമ്മൾ ക്ലൈമറ്റ് വേണം. മഴയത്ത് നടത്താൻ പറ്റില്ലല്ലോ, മഴയില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് നോക്കിയിട്ട്. പിന്നെ ഹോളിയൊക്കെ നടത്താൻ നേരത്തെ ആർട്ടിഫിഷ്യൽ സാധനം. അപ്പം മ്യൂസിക്കിൽ നമുക്ക് കൂടുതൽ ഇൻവോൾവ് ആണ്. ആർട്സ് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ കൂട്ടുകാരും എനിക്ക് ഒരേപോലെ വൈബ്, അതായത് അവരുടെ അതിലോട്ട് നമ്മൾ ചേർന്ന് പോകും. ഇപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരുടെ അടുത്ത് ഇപ്പോൾ ഒരു മാസം ചിലപ്പോൾ അവനെ കൂടി സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു നല്ലൊരു സ്വഭാവം ചിലപ്പോൾ അവന് പോകും, അവൻ്റെ ഏതെങ്കിലും നല്ലൊരു സ്വഭാവം ചിലപ്പോൾ എനിക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ടാകും. എല്ലാ കൂട്ടുകാരും അടിപൊളിയാടും. മോശമായിട്ടുള്ള ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല. ചിലവർ സിറ്റുവേഷൻ അനുസരിച്ച് ചില സാധനങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഓരോരുത്തരും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരവർ ചെയ്യണം, അതിന് ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. അത് ചീത്തയായാലും നല്ലതായാലും അതൊരു വേറെ സംഭവമാണ്. അത് നമുക്കൊന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല. പാർട്ടി ഉണ്ടെങ്കിൽ പാർട്ടിക്ക് പോകും, വീട്ടിൽ പാർട്ടി, വീട്ടിലെല്ലാവരും കൂടി ഇവിടെ ടൂറ് അങ്ങോട്ട് പോകുന്ന നേരത്ത്, എപ്പോൾ എല്ലാവരും വേളാങ്കണ്ണിക്കൊക്കെ പോകുന്ന നേരത്ത് വീട് ഫ്രീ ആണ്. അച്ഛനെ ഓക്കെ വാടാ എന്ന് പറഞ്ഞിട്ട് ചെറിയ കുപ്പിയൊക്കെ മേടിച്ച് വീട്ടിൽ നിന്ന് അടിയും ബഹളവും പാകൊക്കെ ഇട്ട് ജാമിങ്ങും മ്യൂസിക്കൊക്കെ ഇട്ട്, അതല്ലേ അപ്പം അന്നേ ഒരു മൂടുണ്ട്. പിന്നെ ഗോവയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തന്നെ സാധനം. അപ്പോൾ എങ്ങനെയെങ്കിലും മൂടാവണമെന്ന് പറഞ്ഞിട്ട് നമ്മൊരു സാധനം. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് പ്രൊഫഷണലായി, ആരുമില്ല വേറെ ഇത് ചെയ്യാനൊക്കെ ഇവിടെ. അപ്പോൾ അതൊരു പ്രൊഫഷണൽ കുഴപ്പമില്ല. അപ്പോൾ കല്യാണങ്ങളൊക്കെ വിളിപ്പോഴേ പ്ലെയിൻ ഓട്ടാ, ബർത്ത്ഡേ ഉണ്ട്, റെഡി. അപ്പോൾ പിന്നെ അതിലോട്ട് പോയി. രാത്രി പരിപാടി, രാവിലെ ഉച്ചവരെ കിടന്നുറങ്ങും, ഉച്ച കഴിഞ്ഞ് എഴുന്നേക്കും, രാവിലെ പിടിച്ചൊക്കെ കേൾക്കും, വേറത്തെ പരിപാടി ഇട്ട് പെട്ടെന്നായിരിക്കും പരിപാടി ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും പക്ഷേ ബർത്ത്ഡേ ഉണ്ടല്ല, ഓക്കെ ദേവന്. പിന്നെ ഇല്ല, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഹാപ്പിനെസ് ഉണ്ടല്ലോ. എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് നോക്കി വന്നത് പുതിയ പുതിയ ആൾക്കാർ, പുതിയ പിള്ളേർ, പുതിയ കമ്പനീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പിള്ളേരെ കട്ടി, പിന്നെ അവൻ്റെ കൂട്ടുകാർ വേറെ സ്ഥലത്തുണ്ടാവും. അപ്പോൾ നാളെ മച്ചനെ അവിടെ വരാം, അവിടെ പോയി ഇവിടെ പോയി, എല്ലായിടത്തും കണക്ഷൻസാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊബൈലുണ്ട് എല്ലാവർക്കും, മൊബൈൽ വിളിച്ചിട്ടോ ഞാൻ വീട്ടിലോട്ട് വരട്ടെ, അപ്പോൾ അവന് വേണം ഞാൻ സ്ഥലത്തിലിടാ. പണ്ട് അങ്ങനെയല്ല വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പോകണേണ് അവരുടെ വീട്ടിലോട്ട്, സർപ്രൈസ് വിസിറ്റാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നീ ഉണ്ടാവിടാ, അപ്പോൾ അവൻ്റെ വേറെ അടുത്തൻ്റെ വീട്ടിൽ പോവാം, അങ്ങോട്ട് പോകണം, സർപ്രൈസ് വിസിറ്റാണല്ല. ഞായറാഴ്ചയൊക്കെ ഒരു സ്പോട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി ചായ പിടിക്കാൻ പോക്ക്. ഇപ്പോഴത്തെ പിള്ളേർ അതെല്ലാം മൊബൈൽ വന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ കൂടുതൽ ഈസി ആയില്ല പിള്ളേർക്ക് ഗ്യാങ് അടിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. അവർക്ക് സ്ഥലങ്ങളിൽ ചൂസ് ചെയ്തിട്ട് കറക്റ്റ് ഇവിടുന്ന് തന്നെ പോകുമ്പോൾ തന്നെ റൂമും കാര്യങ്ങളും വിളിച്ച് ബുക്ക് ചെയ്യാനും ആ സ്ഥലങ്ങൾ ചെയ്യാനും ഫോട്ടോ എടുത്ത് റീലാക്കാനും ഇത് ഈസിയായി ലൈഫ്. ഇത്തിരി ഹാപ്പിനെസ്, അവർക്ക് ഒരു ഇത്തിരി മെമ്മറീസ് കളക്ട് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് ഇപ്പോൾ മൊബൈലിൽ മാത്രമല്ല. അതായത് നേരത്തെ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് ഡെവലപ്പ് ചെയ്ത് ആൽബത്തിൽ കൊണ്ടുപോയതേ ഫോട്ടോ കാണിക്കും. ഇപ്പം അങ്ങനെയല്ലല്ല, റീല് ഇത് ബ്യൂട്ടിഫുള്ളാണ്, അപ്പോൾ അവൻ റീല് കാണിക്കും, അത് മെമ്മറീസ് ഷെയർ ചെയ്ത്. ഇത് വേറെ സംഭവമാണ് ഇപ്പോൾ പിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റേ എക്യുപ്മെൻറ്റ്സ് ഒരുപാട് ഇഷ്ടംപോലെ, ഡ്രോണ് അത് ഇത്. നേരത്തേക്ക് ആ ഷോട്ട് കിട്ടുള്ളൂ. നേരത്തേക്ക് ഒരു ഏരിയൽ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടൂലല്ല. നേരത്തേക്ക് ഒന്ന് ഫോട്ടോ വെച്ചിട്ട് ഒരു സായിപ്പ് വന്നിട്ട് ഇതുപോലെ തന്നെ മറ്റേ പട്ടം വിട്ട് സാധനം. ഇപ്പോൾ എല്ലാവർക്കും ഡ്രോണൊക്കെ വിടാം. പക്ഷെ കൂടുതൽ ഡ്രോൺ വന്നപ്പോൾ ഇപ്പോൾ റെസ്ട്രിക്ഷൻസും വന്നില്ല അതിൽ. അടിപൊളിയല്ലേ ഇപ്പോൾ നമുക്ക് കിളികൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഗൂഗിൾ എർത്ത് മറ്റത് മറിച്ചത് എല്ലാം സൂപ്പറല്ലേ ഇപ്പോൾ. അത് നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കും നമ്മുടെ ഒരു സാധനം. കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നമുക്ക് ബിസിനസ്സിലോട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ പൈസ ഉണ്ടാക്കുന്നതനുസരിച്ച് നമുക്ക് റിസ്ക് വേണം. ലാപ്ടോപ്പ് മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം, എല്ലാം മേടിക്കണം, അറേഞ്ച് ചെയ്യണം. അതിനനുസരിച്ച് കൂട്ടുകാർ വേണം, നല്ല കട്ടക്ക് നിൽക്കുന്ന ടീമുകൾ അല്ലേ, അടിപൊളിയായിരിക്കുള്ളൂ. അപ്പോൾ കൂട്ടുകാരില്ലാണ്ട് പറ്റുള്ളൂ. നല്ല ആപ്റ്റായിട്ടുള്ള കൂട്ടുകാർ, നല്ല 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 സ്കില്ലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ലൈഫ്. അതിൽ നമുക്ക് അങ്ങനെ സമയം കിട്ടും, സമയം പോകും. ഈ 24 മണിക്കൂർ എന്നുള്ള എങ്ങനെ ഒരു 50 മണിക്കൂർ ആക്കണമെന്നുള്ള ചിന്തയൊക്കെ വരും നമുക്ക് അല്ലേ. എത്ര ചായ പിടിച്ചാലും മതിയാവൂലേ. പച്ചനെ അവിടെ പോയിട്ട് ചായ പിടിച്ചിട്ട് അവിടെ സിഗരറ്റ് പിടിച്ചിട്ട് ഇങ്ങാട് പോവാം, ഇത് ഇവിടുന്ന് ഒരു ചായ പിടിച്ചിട്ട് ഇവിടുന്ന് അങ്ങാട് പോവാം, വേറൊരു സ്പോട്ടുണ്ട് സമൂസ കിട്ടുന്ന സ്ഥലം അങ്ങാട് പോകാന്ന് പറയത്തില്ലാക്കാം. ഇതൊക്കെ വേറെ മൂഡുകളല്ലേ. ഫ്രണ്ട്സായിട്ട് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ് ഞാൻ. മനസ്സിലായ കാര്യം വെച്ചാൽ, പെട്ടെന്ന് ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് ടൂർ പോയിട്ട് വെറുതെ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളച്ചാട്ടം വന്ന് കൂട്ടുകാരൻ അങ്ങോട്ട് കൊണ്ടുപോയി, മരിച്ചു പോയി. 3 ദിവസം കഴിഞ്ഞ് കിട്ടണം. പിറ്റേ കൊല്ലം ഞങ്ങൾ അങ്ങനെ തന്നെ പോണേ. പിന്നെയും ആ സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് ആ പ്ലേസിൽ ലൊക്കേഷനിൽ പോയിട്ട് വെറുതെ ഞങ്ങൾ എല്ലാം കൂടി ആ സമയത്ത് അവിടെ അവൻ പോയ സമയത്ത് അങ്ങനത്തെ ഒരു സാധനം അത് മറക്കാൻ പറ്റാത്ത സംഭവമല്ല. അത് ശരിക്കും പറഞ്ഞാൽ മറക്കാൻ വേണ്ടിയാണ് പോണത്. ഒരു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോഴേ ആ കാര്യങ്ങൾ നമ്മൾ മറക്കുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ ഓർത്താലേ നമുക്കൊരു മറക്കാൻ പറ്റുള്ളൂ. നമ്മൾ മെമ്മറി പറയും, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഓർക്കൂലേ, അപ്പോൾ നമ്മൾ മറക്കാൻ ശ്രമിക്കും. ഒരു ആക്സിഡൻറ്റ്, നമ്മൾ കൂടുതൽ റോട്ടിൽ ചെറിയ ആക്സിഡൻ്റ് ആ മെമ്മറീസ് വരുമല്ലേ, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കണം. ആ ഇത് ഡിലീറ്റ് ചെയ്യാൻ ഒരു പ്രോസസ്സ് മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, മൈൻഡ് കൂളാക്കാനും പറ്റും. അങ്ങനത്തെ പ്രോസസ്സ് ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. കാര്യങ്ങൾ ഈസി ആകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും. പക്ഷേ അതിനെല്ലാം എൻഡ് സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ അത് ഓരോരുത്തരുടെ ലൈഫിലും ഡിഫറെൻ്റ് ആയിരിക്കും ഉള്ളത്. ഒരു പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത്. അതിന് നല്ല എല്ലാ പ്രോബ്ലംസിൽ പോയി പെടാണ്ടിരിക്കണത്. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ പല്ലി വീണ് അയ്യോ എന്തെങ്കിലും സംഭവിക്കും. രാജാവിൻ്റെ തലയിൽ പല്ലി വീണിട്ടുണ്ടെങ്കിൽ രാജാവ് തട്ടിപ്പോവും, രാജ്യം പോവും. പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് പറ്റും എന്നൊക്കെ തോന്നൂലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കളയണം, അല്ലെങ്കിൽ ആ പല്ലിയൊക്കെ തല്ലി കൊന്നു കളയണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടുന്ന് വെക്കേഷനിൽ പോയിട്ട് പൈസ എല്ലാം പോയി. അന്ന് നമ്മൾ ATM കുറവല്ലേ. ഈ രാജസ്ഥാനിൽ പോകുമ്പോൾ ATM കുറവാണ്. ഇവിടെ നിന്ന് നേരെ ട്രെയിൻ കയറി പോയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സൊന്നും കിട്ടുക എഴുതി വെച്ചേക്കണം, നമുക്ക് വായിക്കാനൊന്നും അറിയാൻ പാടില്ലല്ലോ. പിന്നെ ആകെയുള്ള അവിടെ ട്രാക്ടറാണ് വെച്ചാൽ, ട്രാക്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വടി വെച്ച് കെട്ടിയിട്ട് മറ്റേ സർക്കസ് പോലെ കമ്പി പിടിച്ചിട്ട് പോകണം. ട്രാക്ടറിൽ കയറുന്ന പറയുമ്പോൾ നിറച്ച ആൾക്കാരായിരിക്കുള്ളൂ. പശു, കുഞ്ഞുങ്ങൾ, മറ്റേ ആടൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഇതിനെ കൂടെയൊക്കെ ഇരുന്ന് പോകണ്ടേ. ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കണത്. ഛർദ്ദിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ? അതുമല്ല, പ്രതീക്ഷിക്കാത്ത ട്രാവൽസാണ് അതെല്ലാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോയിട്ട് അവിടുന്ന് ട്രെയിൻ എടുത്ത് അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ പോവാം. അവിടെ ചെല്ലുമ്പോൾ സിറ്റുവേഷൻ മാറി. ഇപ്പം ചില ബ്ലോഗിൽ ചിലവർ പറയൂലേ, നല്ല സ്ഥലങ്ങളാണ്, ഇവിടെ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ട്രെയിൻ എടുത്തിട്ട് 30 രൂപകൾ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് റൂം ചെല്ലുമ്പോൾ റൂം നല്ലതായിരിക്കും നല്ലത്. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു നല്ലൊരു റിസോർട്ടിൽ ചെന്നിട്ട് റൂം എടുക്കണ നല്ല വ്യൂ ഒക്കെ ആയിരിക്കുള്ളൂ. പക്ഷെ അവിടെ ചെന്നിട്ട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് പറഞ്ഞു തന്നില്ല. അവിടെ ചിലവർക്ക് ചായ വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ചൂടുവെള്ളം വേണോ, കുളിക്കാനാണോ എന്നൊക്കെ ചോദിക്കും അവർ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല കേട്ടാ. പുഷ്കറിൽ നിന്ന് അജ്മീറിലോട്ട് 3 ദിവസത്തെ ഒട്ടകത്തിൻ്റെ ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ 3-4 ഒട്ടകമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വീട്ടിൽ ഡിവൈഡ് ചെയ്ത് പോകും. ഇങ്ങനെ 3 ദിവസം ഇങ്ങനെ ഡെസേർട്ടിൽ നൈറ്റ് സ്റ്റേ ഉണ്ടാവും, ഡേ സ്റ്റേ ഉണ്ടാവില്ല. ഡെസേർട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒട്ടകത്തിൻ്റെ പേര് അലി അടിപൊളിയാണ്. അലിക്ക് ഒന്നും വെറുതെ ഇരുന്നാൽ മതി, അലി കൊണ്ടുപോയിക്കോളും. അപ്പോൾ എൻ്റെ കൂടെ ഓസ്ട്രേലിയയിൽ നിന്നൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ഭയങ്കര തടിയാണ് പുള്ളിക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്യാമറയൊക്കെ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ഫുൾ ടൈം ഡെസേർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ഈ കാറ്റ് വന്നിട്ട് ഇതിൻ്റെ ആ ഒരു ടൊപ്പ് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ കടൽ പോലെയല്ല, ഭയങ്കര രസം. സൺസെറ്റൊക്കെ ഒരു രക്ഷയില്ല. വെറുതെ എന്താ പറയണത്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ബ്യൂട്ടിഫുള്ള് ക്യാമറയിൽ കിട്ടൂല. അപ്പോൾ 3-ാമത്തെ ദിവസം രാത്രി കഴിഞ്ഞ് ഡേ ടൈം ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ എത്താൻ പോണ സമയത്ത് എൻ്റെ കയ്യിൽ അവൻ്റെ വെള്ളം തീർന്ന്, എൻ്റെ കയ്യിൽ ഒരു കുപ്പിയിൽ ഇത്രയും വെള്ളമുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുടിക്കുമ്പോൾ നോക്കും, എനിക്കിട്ട് ചാനെ ഇത്തിരി വെള്ളം. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പറ്റൂല. കാര്യം ചുണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടിരിക്കണമായിരിക്കുള്ളൂ. അപ്പോൾ സംസാരിക്കാൻ പറ്റൂല നമുക്ക്. അപ്പോൾ തീരാൻ ഇനിയൊരു 2 മണിക്കൂറും കൂടി ഉള്ളു.
ആ 2 മണിക്കൂർ സമയത്ത് ഞാൻ ഇതിൽ ഇത്ര വെള്ളമുള്ളൂ കേട്ടോ. ഞാൻ പകുതി കുടിച്ചിട്ട് ഞാൻ അവന് കൊടുത്തു. മച്ചാനെ കുടിച്ചോ? അപ്പോൾ അവൻ ചോദിച്ചു ആർ യു ഷുവർ? ഞാൻ പറഞ്ഞു നീ 1 മണിക്കൂറായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല കേട്ടാ. അവൻ കൊടുത്തു. അവൻ എന്ത് ചെയ്യുന്നല്ലോ, അവൻ കുടിച്ചിട്ടേ ഇത്ര എനിക്ക് തിരിച്ചു തന്നേക്കണ്. അപ്പം വെള്ളത്തിൻ്റെ വാല്യൂ അവനറിയാം. ഞാനപ്പോൾ അത് വെച്ച് എന്നിട്ട് സിറ്റുവേഷൻ സെറ്റ് കഴിഞ്ഞ് ഞാൻ ഇത്തിരി കുടിച്ച് അവൻ കുടിച്ച് ഷെയർ ചെയ്ത്. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് അവൻ പറഞ്ഞു, അവൻ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചെന്ന് പുള്ളിയുടെ. അവൻ പറഞ്ഞു എടോ അവൻ കിങ്ഹാം എന്നൊരു സ്ഥലത്താണ് ജീവിക്കണത്. കിങ്ഹാം, അതായത് എനിക്ക് ഓസ്ട്രേലിയ എന്ന് അവിടെയാണെന്ന് തോന്നുന്നത്. ഭയങ്കര റിച്ചാണ് അവൻ. ഇവൻ ഫോട്ടോഗ്രാഫറി ഭ്രാന്തായിട്ട് ഇവൻ ഇങ്ങോട്ട് വന്നേക്കണേ, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കണേ. അവൻ ഡെസേർട്ടിലോട്ട് ഫോട്ടോഗ്രാഫി മറ്റേത് മറിച്ചെന്ന് പറഞ്ഞു. ഭയങ്കര റിച്ചാണ് അവൻ. അവൻ പറയണേ എനിക്ക് ഡെസേർട്ടിൽ വെച്ച് ലൈഫിൻ്റെ വാല്യൂ മനസ്സിലായിടും. ഈ വെള്ളത്തിൻ്റെ സാധനം എനിക്ക് മനസ്സിലായി എങ്ങനെയായിരുന്നു. അവൻ രാജസ്ഥാനിൽ നമുക്ക് ഒരാഴ്ചയായി 4-5 കിലോ കുറഞ്ഞു പയ്യൻ്റെ. ട്രൗസറൊക്കെ ലൂസായി പുള്ളിയുടെ. ചില ഫോട്ടോഗ്രാഫി ഇത്ര, അതായത് ക്യാമറയുടെ വെയിറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം എങ്ങനെയെങ്കിലും ഒരു 1.5 കിലോ 2 കിലോ ഉണ്ടാവില്ലേ. ഇതുവരെ 4-5 ക്യാമറ ഉണ്ട് അവൻ്റെ കയ്യിൽ. കാർഡും അതും ഡ്രോണും പിന്നെ ആ ടാബും എല്ലാം ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഒരു വെള്ളത്തിൻ്റെ വാല്യൂ അവിടെ കിട്ടൂലല്ലോ ഈ സംഭവം. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ അതൊരു വലിയ നമുക്കൊരു നമ്മൾ എന്തോരം വെള്ളം 5 ലിറ്റർ വെള്ളത്തിലൊക്കെ അല്ലേ ഞാൻ കുളിച്ചത്. വെള്ളം ഭയങ്കര പ്രഷ്യസ് ആണോ. രാജസ്ഥാൻ ഏരിയയൊക്കെ കിലോമീറ്റർ നടന്നിട്ട് മറ്റേ മാട്ടത്തിലൊക്കെ വെള്ളം ചോന്നിട്ടൊക്കെയാണ് അവർ വെള്ളം കിട്ടണത്. മറ്റേ ഇത് ഇവിടെ നമുക്ക് എന്തോരം വെള്ളം കിട്ടണം. ആലപ്പുഴ ലിറ്റർ കണക്കിന് വെള്ളമല്ലേ, 5 ലിറ്റർ വെള്ളം. ഒരു കുപ്പി വെള്ളത്തിന് എത്ര 20 രൂപ 10 രൂപ കിട്ടും നമ്മളവിടെ അല്ലേ. വെള്ളം പ്രഷ്യസ്, വാട്ടർ ഈസ് ലൈഫ്. നമ്മൾ വെറുതെ കുറേ തടിയുണ്ടെന്ന് കുറേ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ഇതൊക്കെ കനവൊക്കെ കുറയുള്ളൂ. നമ്മളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇന്നസാണ് നല്ലത്, ഇന്നത് ചീത്തയാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ 100 പേരായിരിക്കും എൻ്റർടൈൻ ചെയ്യും. സെയിം മ്യൂസിക് തന്നെ ആയിരിക്കും ഇപ്പോൾ 2 പേരുണ്ടെങ്കിലും പ്ലേ ചെയ്യണത്. അങ്ങനെ പ്ലേ ചെയ്തിരിക്കും. കൂടുതലും ബാച്ചിലേഴ്സ് പാർട്ടി, നമ്മുടെ കൂട്ടുകാരന്മാരുടെ ബാച്ചിലേഴ്സ് പാർട്ടിയില്ല, ഫുൾ ഓണായിരിക്കും അവന്മാർ. നമ്മളും ഓണായിരിക്കുള്ളൂ, ഫുൾ പവർ. അങ്ങനെ ഹാപ്പിനെസ് അടിപൊളിയായിരിക്കുള്ളൂ. ഇതങ്ങനെ മെമ്മറീസ്, എനിക്ക് DJs മെമ്മറീസ് എന്ന് പറയാൻ ഒരു വീടിൻ്റെ മേലേൽ ബാച്ചിലേഴ്സ് പാർട്ടി നടക്കണം, തലേദിവസത്തെ പാർട്ടി. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ടെറസിൻ്റെ മേലേലാണ് കള്ളുടി പാർട്ടി നടക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ മറ്റേ പന്തലിട്ടിട്ട് ഫുഡൊക്കെ അടിക്കുന്ന ആൾക്കാർ എല്ലാവരും. ഡാൻസ് കളിച്ചുള്ള സമയത്തും പാടുന്ന സമയത്തൊക്കെ മൈക്ക് തെറിച്ചു പോയി. ഒരുത്തിന് നേരൊന്നുമില്ല, നേരെ എടുക്കാൻ പോയതാണ്. ഫുഡ് അടിക്കുന്ന ആൾക്കാർ നോക്കാൻ നേരത്ത് നേരെ മൈക്കായിട്ട് ടർപ്പാളയും വിളിച്ച് വന്ന് വീടേക്കണേ. ഒന്നും പറ്റിയില്ല, അവന് രക്ഷപ്പെട്ട്. അത് നല്ല പരിപാടി. അത് നമ്മുടെ സൗണ്ടിൻ്റെ ഓട്ടർഷക്കാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കാലിൽ എന്തോ കുഴപ്പം തെറ്റിപ്പോയി. ഇതുപോലെ ഒരു വേറെ സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഒരു വർക്ക്ഷോപ്പിൻ്റെ പുറയിൽ DJ നടന്നിട്ട് ബാച്ചിലേഴ്സ് പാർട്ടി നടന്നിരിക്കുന്ന സമയത്ത് ഒരു കള്ളൊന്നും കുടിക്കില്ല പുള്ളി. എന്താ കലിപ്പ് ഫുൾ. ലാസ്റ്റായപ്പോൾ പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഒരു ടയർ ഇരിപ്പുണ്ടായിരുന്നു, MRF ടയേഴ്സ് കുത്തിയിട്ട് എറിഞ്ഞാൻ അവിടെ കുത്തിയിട്ട് നെഞ്ചത്തടിച്ച് വീണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. അല്ല നമ്മൾ അപ്പം തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റെഡിയാക്കി ഒന്നുമില്ല പുള്ളി. അല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കണമല്ലേ. അത് ഓർത്തൊന്ന് ചിരിക്കാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവനെ തീറ്റി വീഴുമ്പോഴല്ല നമ്മൊന്ന് ചിരിക്കണത്. അത് പണ്ടത്തെ സിനിമയിലൊക്കെ ഇല്ലേ, ബഹദൂറൊക്കെ വേലിയാടിപ്പോകാൻ നേരത്ത് മുണ്ട കൊടുക്കണം, അപ്പോൾ നമ്മൾ ചിരിക്കണം. ഇപ്പോഴത്തെ അങ്ങനത്തെ കോമഡി നടക്കൂല. സിനിമ അങ്ങനെ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. സിനിമ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നമ്മൾ ഒരു സിനിമ ഇഷ്ടപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യണ പോലെ സിനിമയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടും. അത് ഞാനല്ല. അങ്ങനെയാണ് നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്നത്. ചിലവർ ക്യാരക്ടർ ഇഷ്ടപ്പെടും, പിന്നെ ചിലവർ സിനിമയുടെ അകത്തോട്ടായി പോകും. സിനിമ കണ്ട് ഓരോരുത്തരെ അനുകരിച്ച് ഇങ്ങനെ അത് വേറെ മൂഡ്. നമ്മയൊക്കെ ആക്സിഡൻ്റൽ ആക്ടേഴ്സ് അല്ലേ ഇടും. സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരന്മാർ ഒരു സിനിമ പിടിച്ച് വേണം നീ ചെയ്യണോട്ടോ അത് സാധനം അങ്ങനെ ചെയ്തിട്ട് ആക്സിഡൻ്റൽ ആക്ടേഴ്സ് അങ്ങനെ ആയതല്ലേ. പിന്നെ അതിൻ്റെ അകത്തോട്ടായിപ്പോയി. പിന്നെ പുറത്തോട്ടിറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ട്. പിന്നെ വേറെ പടം വന്നു, അപ്പോൾ അതും ചെയ്ത് അങ്ങനെ ചെയ്ത സംഭവങ്ങളാണ് അതല്ല. അല്ലാണ്ട് നമ്മളിത് സിനിമയൊന്നും സിനിമയുടെ പുറകെ കിടന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സിനിമയുടെ മുമ്പുള്ള കാര്യങ്ങൾ അടിപൊളിയാണ്. സ്ക്രിപ്റ്റ് എഴുതൽ, അവരുടെ കൂടെ ഇരിക്കൽ, സ്ക്രീൻ ചെയ്യൽ, സ്ക്രീൻ ഡിവൈഡ് ചെയ്യൽ, ഷോർട്ട് ഡിവൈഡ് ചെയ്യൽ, പിന്നെ അതിന് പറ്റിയ സിറ്റുവേഷൻസ് ഹാൻഡ് ചെയ്യണം, നമ്മൾ സ്ഥലങ്ങൾ നോക്കാൻ വേണ്ടി ലൊക്കേഷൻ കണ്ടു, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. പിന്നെ സിനിമ എടുക്കുമ്പോൾ ഡബ്ബിങ്ങിന് വേണ്ടി ഓരോരുത്തരെ കൊണ്ടുതന്നെ, പിന്നെ മ്യൂസിക് ചെയ്യണം,
വെയിലോട്ട് ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ കൂടുതലും വെയിലുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് സാധനം റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്യും. പക്ഷെ മഴയുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴയത്ത് ഷൂട്ട് ചെയ്യാൻ ഏറ്റവും അടിപൊളി വെച്ചാൽ വേറെ സീനാണ്. ഞങ്ങൾ ഇടിവെട്ടിൻ്റെ സമയത്തൊക്കെ ഇടിവെട്ട് വരാൻ കാത്തിരിക്കും. ഷൂട്ട് എടുക്കാൻ നേരത്ത് ഡയലോഗ് പറഞ്ഞോ, ഇടിവെട്ട് വന്നില്ല, ഡയലോഗ് പറഞ്ഞോ, ഇടിവെട്ട് വന്നു. നാച്ചുറൽ സംഭവങ്ങളാണ് അതല്ല. അല്ല ഞാൻ അങ്ങനത്തെ സ്ഥലത്ത് പോകില്ല, മരിപ്പൊന്നും ചിലപ്പോൾ പോകുന്നില്ല. ഒരാൾ മരിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകില്ല. എന്താ വെച്ചാൽ കരച്ചിലെല്ലാം കാണണം, നമ്മുടെ കൂട്ടുകാരന്മാരും എല്ലാവരും മരിച്ചു കിടക്കണ കാണണം. നമുക്ക് അവരുടെ ലൈവും മൈൻഡിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് മരിച്ചു കിടക്കണ കാണുന്നത്? ശരിക്കും ലൈഫിലും അല്ല ജീവിക്കണം എന്തിനാണ്? നമ്മൾ ജനിച്ചിട്ട് എന്തിനാണ്? ജനിക്കണം മരിക്കാൻ വേണ്ടിയല്ലേ. വാട്ട്സ് ദ യൂസ് ഓഫ് ലിവിങ് ഇഫ് യു ക്യാൻ ടേക്ക് ഡൈയിങ്, വാട്ട്സ് യൂസ് ഓഫ് ഡൈയിങ് ഇഫ് യു ഹാവ് ലീവ്ഡ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ജനിക്കണതിനെ മരിക്കാൻ വേണ്ടിയല്ലേ ഓരോ ദിവസവും. ചിലവർ പറയില്ലോ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറാണെന്ന്. ഞങ്ങൾ മരിച്ചുകൊണ്ട് ജീവിക്കണേ എന്നുള്ള കൂടൊക്കെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മത് എന്ത് കാര്യമാണ് നമ്മൾ എടുക്കണം. നെഗറ്റീവായാലും നമ്മൾ പോസിറ്റീവ് പോലെ എടുക്കണം. അത് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവില്ല. ഓരോരുത്തർക്കും എന്താണ് നെഗറ്റീവ് ഉള്ളത്. നിങ്ങൾക്ക് എന്താ നെഗറ്റീവ് ആവണമെന്ന് എനിക്കറിയാൻ പാടില്ലത്. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണോടോ. പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസിൻ്റെ മൈനസ് പ്ലസ് അല്ലേ. ഒരു പെണ്ണും ഒരു ആണും കൂടി സ്നേഹിച്ചിട്ട് ബ്രേക്കപ്പ് ആവും. അപ്പോൾ നമ്മൾ ചോദിക്കുക നിൻ്റെ പ്രശ്നം എന്താണ്, നിൻ്റെ പ്രശ്നം എന്താണ്? അവൻ തെറ്റിയത്, ഇവൻ തെറ്റിയത്, മൈനസ് അല്ലേ ഇപ്പോൾ അത്. അവൻ തെറ്റിയത് മൈനസ് അല്ലേ, മൈനസിൻ്റെ മൈനസ് പ്ലസ് അല്ലേ, നിങ്ങൾ രണ്ടുപേരും ചെയ്ത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെ എന്നൊരു ചാടിക്കാൻ പോകുന്നൊക്കെ പറയും. അങ്ങനെ പോസിറ്റീവ് എടുത്തിട്ട് നമ്മൾ മറിച്ചടിച്ചിട്ട് നെഗറ്റീവ് അല്ല പോസിറ്റീവ്, നെഗറ്റീവ് നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ടുണ്ട് ആ സാധനം. പക്ഷെ നെഗറ്റീവ് ഇല്ലാതെ പറ്റൂല, പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവ് പറ്റില്ല. രണ്ടിനും കണക്ഷൻ വേണം. അപ്പോൾ നിങ്ങളില്ലാതെ പറ്റൂല. നിങ്ങൾ വേണേൽ ബ്രേക്കപ്പ് ചെയ്താൽ വേറെ എവിടെയെങ്കിലും കൂടി പോകും, വേറെ ആൾ പോകും. നല്ല നിങ്ങളല്ലേ അല്ലേ. ശരിയാണ് ഏട്ടാ. അങ്ങനെയൊക്കെ ഒരു സാധനം. ചായ കുടി മെയിൻ സാധനമാണ്. ഇങ്ങനെ ഒരു കോഫി ഷോപ്പിൽ ചെന്നിരിക്കാൻ നേരത്ത് ചായ കുടിച്ചിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് കോഫി ഷോപ്പുകൾ വേണം. വേറെ എവിടെ പോയിരിക്കും? തിരക്കുള്ള ബിരിയാണി കടയിൽ പോയി സംസാരിക്കാൻ പറ്റും? ഒന്നും നടക്കൂല. അപ്പം ചായ കുടിച്ചിട്ട് ഐ ലവ് യു ഡിയർ, നമുക്ക് അടുത്ത ആഴ്ച അവിടെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ ഓക്കെയാണ് അല്ലേ. മറ്റേതങ്ങനെയല്ല. നമ്മൾ ബിരിയാണി കഴിക്കാൻ നേരത്ത് സൈഡിൽ ചേട്ടൻ വേഗം എഴുന്നേക്ക് അങ്ങ് കഴിക്കട്ടെ ഇപ്പം ചേട്ടാ ട്രാവലിങ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇവിടെ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരു 4 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ നമ്മൾ ആ സൈഡിലൂടെ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പശ്ചിമഘട്ടം കിട്ടും, ഗാഡ്സ്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ രാജസ്ഥാൻ വരെ കിടക്കണമല്ല, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണമല്ല. ഈ സൈഡാണ് ഈസിയാണ്. 1/2 മണിക്കൂർ ഓടിച്ചാൽ മതി, ബീച്ച് സൈഡ് കിട്ടും. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അതുപോലെ സീസൺ ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ ഫെസ്റ്റിവൽസിലും മ്യൂസിക് ഉണ്ട്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ ആയാലും. ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഉപ്പായിരിക്കും വെള്ളം. നമുക്ക് ചൂടൊക്കെ വരാൻ നേരത്ത് ഒന്ന് ഉപ്പ് വെള്ളത്തിൽ കുളിക്കണത് നല്ലതാണ്. ഉള്ള പിള്ളേരെ കുളിപ്പിക്കണത് നല്ലതാണ്. വേറെ റാഷസൊക്കെ പോവും, ആംബിറ്റ്സിലുള്ള റാപ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കായൽ വന്നതല്ലേ. കായൽ വരുമ്പോൾ വെള്ളമൊക്കെ ഫിൽട്ടർ ചെയ്ത് നല്ല വെള്ളം കിട്ടും നമുക്ക്. പിന്നെ കായൽ കിട്ടും. അവിടെ എല്ലാ സാധനങ്ങളും നമ്മളവിടെ ഉണ്ട്. ഇപ്പം തന്നെ അതേ സമയം വന്നിട്ട് മറ്റേ കവരൊക്കെ വന്നില്ലേ. എന്തോരം ആൾക്കാരാണ് ദൂരത്തു നിന്നൊക്കെ വരുന്നത് ഈ കവരും മറ്റേ സാധനമൊക്കെ വെള്ളാൻ വേണ്ടി. മറ്റേ ഫണ്ടാസ്റ്റിക് ഫങ്കായി ബ്യൂട്ടിഫുൾ സാധനങ്ങളല്ല അതല്ല. അതുപോലെ രാജസ്ഥാനിലോട്ടും ഈ സൈഡിലോട്ടും ഗാഡ്സ്. പിന്നെ ഇപ്പോൾ ഈ നോർത്ത് സൈഡ് സൗത്ത് സൈഡ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇല്ലേ മീറ്റിയോർ എന്ന് വീണ സ്ഥലം, പിങ്ക് ലേക്ക്, ലൂണാർ പിങ്ക് ലേക്ക്. പിന്നെ മഞ്ഞുമലകൾ ഇവിടെ പിന്നെ ഈ സൈഡ് പോയിട്ടുണ്ടെങ്കിൽ കേവ്സ്, ഗുഹകൾ. ഹംപിയിൽ പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ഹനുമാനും മക്കളും ഉണ്ടാക്കി വെച്ച കല്ലുകൾ എന്ന് പറഞ്ഞ മലകൾ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. മാണ്ടു ഈ സൈഡിൽ. നമ്മളുടെ രാജസ്ഥാൻ ആ സൈഡ്, ഇപ്പുറത്ത് ഗുജറാത്തൊക്കെ സൈഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പണ്ട് കാലത്തെ രാജാക്കന്മാർ അവിടെ നിന്ന് മുസ്ലിം രാജാക്കന്മാർ ഇങ്ങോട്ട് വെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ ഹിന്ദുവായിട്ടുള്ള രാജാക്കന്മാരുടെ ഭാര്യമാരാക്കിയ സീൻ. അപ്പോൾ അവർക്ക് പിന്നെ ഡാൻസ് കളിക്കണം, ചന്ദ്രനെ കാണണം. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു മഹൽ പണിത് കൊടുക്കും. അപ്പോൾ രാജ്യം കുളിക്കണം. അപ്പോൾ നർമ്മദ റിവർ 2000 അടി താഴത്താണ്. അപ്പോൾ വെള്ളം എത്തിക്കണം രാജ്യക്ക്. അപ്പോൾ എങ്ങനെ എത്തിക്കും? അപ്പോൾ ആൻറ്റിഗ്രാവിറ്റിയിൽ വെള്ളം അവിടെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അടിപൊളി സംഭവങ്ങളല്ലേ അതല്ല. ഐതിഹ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ടോ. ഇവിടുന്ന് ബൈക്ക് ഓടിച്ച് വെറുതെ അവിടെ വെച്ച് ഇവിടെ ചെന്നു പാനിപ്പെട്ടി ചെന്നപ്പോൾ അവിടെ മറ്റേ സ്തൂപം നിൽക്കണം. നമുക്ക് മോശം ഒരു കപ്പള്ളിക്കാർ സാറ്റാ പാനിപ്പെട്ടി യുദ്ധം ഇവിടെ നടന്നില്ല. പാനിപ്പെട്ട എനിക്കറിയാൻ പറ്റത്. നമ്മൾ ഹിന്ദിയൊക്കെ പഠിച്ചേക്കണ വെറുതെയാണ്. പാനിപ്പെട്ടി ഇതൊന്നുമില്ല അവിടെ. കുക്ക് ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമല്ലേ ഇടും. ഫുഡ് എന്തിനാ കഴിക്കണത്? ഞാൻ വയറ് അറിയാൻ വേണ്ടി കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളു.
ടേസ്റ്റാണ് നമുക്ക് സാധനം. പിന്നെ വയറ് നിറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. എഴുന്നേൽക്കണ്ടിന് ഒരു അടി നടക്കാൻ പറ്റില്ല. വയറ് നിറഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അല്ലേ. ബെഡ് കണ്ട് അപ്പം ഉറങ്ങിപ്പോവും. നമ്മുടെ ഇവിടെ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫുഡ് ഒരു സാധനം തന്നെയാണ്. കാര്യം നമ്മളുടെ അവിടെ OMCസിൽ കല്ലുമ്മക്കായ അത് ഇത് മറ്റത് മറിച്ചത് പൊളിയല്ലേ. രാവിലെ ഒന്നും പട്ടിണി കിടന്നിട്ട് വൈകുന്നേരം തിന്നണ കാര്യം. അതായത് രാവിലെ പട്ടിണി കിടന്നിട്ട് ഉറങ്ങുമ്പോൾ മൈൻഡിൽ കംപ്ലീറ്റ് മറ്റേ സാധനമായിരിക്കുള്ളൂ. കല്ലുമ്മക്കായൊക്കെ മറ്റേത് മറിച്ചതും കാരിപ്പുളെല്ലാം പൊരിച്ചു വെച്ചേക്കണത് അതൊരു തീറ്റേൻ. അതിലെ നമുക്ക് കൊണ്ടല്ല ഈസ്റ്റർ സീസൺ, വിഷുവന്നി എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് തന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. പിന്നെ നമുക്കിവിടെ നമുക്കെല്ലാം കഴിക്കാം, വെജും നോൺ വെജും എല്ലാ സാധനവും കഴിക്കാം. പക്ഷേ ആ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചിട്ട് വേണം കഴിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ മണമടിക്കും. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റ് കളയാനും പറ്റില്ല. എവിടെയെങ്കിലും കറക്കി കൊണ്ടുപോയിട്ട് കളയണം, അല്ല പട്ടി പുറകെ വരും. പിന്നെ നമ്മൾ താമസിക്കണ ലോഡ്ജ് ചെയ്ത് പുറത്താക്കും നമ്മളെ. അല്ല, നോർത്ത് സൈഡിൽ അടിപൊളിയാണ് ഫുഡ്. ഓരോ സ്റ്റേറ്റിലും ഓരോ മണമാണ്. വേഷവിധാനം തന്നെ വ്യത്യാസമാണ്. കളർഫുൾ ലൈഫ് വേറെ, മണം, കളേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് ഓരോ സ്റ്റേറ്റുകൾ. നമ്മളിവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നതോറും, അതായത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ടെമ്പറേച്ചർ മാറി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേഷം മാറും. എല്ലാവരും വെള്ളയൊക്കെ ഇട്ട് തലയിൽ മറ്റേ വെള്ളമൊക്കെ നനച്ച് തലപ്പാവൊക്കെ ഇട്ട് മറ്റേ ടർബനില്ലേ ഈ സാധനമൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. വെള്ളത്തിൻ്റെ കളറ് മാറും, ഫുഡ് മാറും. നമ്മൾ ചോറ് കിട്ടിക്കൊണ്ടുപോയി അവർ ചപ്പാത്തിയൊക്കെ കിട്ടിയിട്ട് ബാഗിലിട്ടിട്ട് തിന്നണത്. കുക്കമ്പർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് വെജ് മീറ്റൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് പോകുന്ന നേരത്ത് പിന്നെ നല്ല നല്ല ഫുഡ് കിട്ടും. പിന്നെ ഇപ്പുറത്തോട്ട് മാറാൻ നേരത്ത് മൊത്തം മാറി. മധ്യപ്രദേശ് വരാൻ നേരത്ത് പോഹാം അങ്ങനെ ഇങ്ങനെ മറ്റേ ദാൽ ബാട്ടി എന്ന കുറച്ച് സാധനം കിട്ടും, പരിപ്പിൻ്റെ ഐറ്റംസ്. പിന്നെ മുന്തിരി. പിന്നെ ഇപ്പുറത്തോട്ട് വന്നിട്ട് ആപ്പിളിൻ്റെ സൈഡൊക്കെ കിട്ടും നമുക്ക്. നമ്മൾ ഈ ആപ്പിൾ തന്നെ നമ്മളുടെ വീട്ടിൽ ചെമ്മിപ്പുളിയൊക്കെ കിട്ടൂലേ. ചെമ്മിപ്പുളിയൊക്കെ കുറേ നമ്മൾ ചാളക്കറികളൊക്കെ ഇട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ഡ്രൈ ആകും, ഉണക്കും. മഴക്കാലത്ത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ആപ്പിളും കട്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് അത് വേറെ സംഭവമാണതല്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോഴേ ശരിക്കും നമ്മളിപ്പോൾ ഇന്ന് അങ്ങോട്ട് മൂന്നാർ പോയിട്ട് തിരിച്ചു വന്നു നടക്കൂല. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരാഴ്ചയെങ്കിലും നിൽക്കണം. എന്നാലേ ആ ക്ലൈമറ്റ്, അവിടെയുള്ള ആൾക്കാർ, അവരുടെ ഫുഡ് എവിടെയൊക്കെയാണ് കിട്ടുക നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നാണ്. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കിട്ടണം. നമുക്ക് കറക്റ്റായിട്ടൊരു കാട്ടിൽ ചെന്നിട്ട് ഒരാഴ്ച ഓക്സിജൻ കിട്ടിയാൽ മാത്രം മതി, ഫുഡൊന്നും വേണ്ട. നമ്മുടെ ബോഡി ക്ലിയർ ആവും. നമ്മളുടെ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും കാർഡ് നമ്മൾ വിളിക്കും, കോൾ ചെയ്യും, നിനക്ക് ഇന്ന അസുഖങ്ങളുണ്ട് ഇടാ, അത് തന്നെ നമുക്ക് പറഞ്ഞു തരും. കാട്ടിൽ ഏറ്റവും കാണാൻ ബ്യൂട്ടിയുള്ള സാധനം ഡാൻഡിലിയണല്ലേടോ, അപ്പൂപ്പനാടി എന്നുള്ള സാധനം അടിപൊളിയാടോ. റെയിൻബോ അതിൽ കാണാനല്ല. ചായ തീർന്നിട്ടാ.